അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ കുറച്ച് നമ്മൾ NMMSന്റെ മാറ്റ് ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും നിങ്ങൾ തന്നെത്താനെ ചെയ്യുക, ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുക. ഇതുപോലത്തെ തുടർന്നുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റിൽ പറയണം, എന്നാൽ മാത്രമേ ക്ലാസ്സുകൾ ഞാൻ ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ക്ലാസ്സുകളുടെ വിജയം. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ഓരോരോ ചോദ്യങ്ങൾ പഠിപ്പിക്കും. ഓക്കെ, തന്നിരിക്കുന്നതാണ് ഒരു മാറ്റ് ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം മെൻ്റൽ എബിലിറ്റി ടെസ്റ്റാണ്. അപ്പം മെൻ്റൽ എബിലിറ്റി ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിശക്തിയൊക്കെ ഉപയോഗിച്ച് ഇതെങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ ഉണ്ടായെന്ന് മനസ്സിലാക്കി എടുക്കുക. ആദ്യം നോക്ക്, ക്വസ്റ്റ്യൻ മാർക്കുള്ള ആ ഒരു സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ, അവിടത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മറ്റുള്ള സംഖ്യകൾ എങ്ങനെ വന്നു, അതാണ്ട് ഈ 10 എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കണം. എങ്ങനെയൊക്കെ 60ഉം 12 ഉപയോഗിച്ച് എങ്ങനെ 10 ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഈ 99ഉം ഈ 11ഉം തമ്മിൽ എന്തു ചെയ്യുമ്പോഴാണ് ഈ 18 എന്ന് പറഞ്ഞ സംഖ്യ കിട്ടുന്നത്. ചിലപ്പോൾ നമുക്ക് ആ ഒരു പടത്തിൽ നിന്നാണ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 99 എന്ന് പറഞ്ഞ സംഖ്യ ഉണ്ട് അവിടെ. അതിനെ ആ 11 കൊണ്ടൊന്ന് ഹരിച്ചാൽ എത്ര കിട്ടും? 99/11 നിങ്ങൾക്കറിയാം 9. അപ്പോൾ കിട്ടിയ ഉത്തരം 9 ആണെങ്കിൽ ഇവിടെ കിടക്കുന്ന 9ൻ്റെ ഡബിൾ ആയിട്ടുള്ള 18 ആണ്. കണ്ടോ? അപ്പോൾ ഡിവൈഡ് ചെയ്യുക, അതിൻ്റെ ഡബിൾ പറയുക, അതാണ് അവിടെ വന്നത്. ഇനി ഇവിടെ നോക്കാം, ആ 60ഉം ആ 12ഉം തമ്മിൽ ഹരിച്ചു. അപ്പോൾ എത്ര കിട്ടും? 5 കിട്ടും. ഈ 5ൻ്റെ ഡബിൾ അല്ലയോ മക്കളെ ഈ കിടക്കുന്ന 10 എന്ന് പറയുന്നത്? യെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം. 72 എന്ന് പറഞ്ഞ സംഖ്യയെ 9മായി ഹരിക്കുക. 9 8 72. ഈ 8ൻ്റെ ഡബിൾ പറയുക. 8ൻ്റെ ഡബിൾ ഏതാണ്? 16. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തുവായിരുന്നു? 16. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തന്നിരിക്കുന്നത് മറ്റൊരു ചോദ്യമാണ്. ചോദ്യം എന്തുമായി ബന്ധപ്പെട്ട? ക്ലോക്കുമായി ബന്ധപ്പെട്ട. എന്താണ് ചോദ്യം? ബൈ ലുക്കിംഗ് ഇൻ എ മിറർ, ഒരു കണ്ണാടിയിൽ നോക്കിയപ്പോൾ ആ ക്ലോക്കിലെ സമയം എത്രയാണ്? ആ ക്ലോക്കിലെ സമയം 5:30. എവിടെ നോക്കിയപ്പോഴും 5:30 മണി? കണ്ണാടി നോക്കിയപ്പോൾ ഉള്ള സമയമാണ് 5:30. അപ്പോൾ നിങ്ങൾക്കറിയാം, ക്ലോക്കൊക്കെ എടുത്ത് കണ്ണാടി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ സമയം ചേഞ്ച് ആവും. അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വീട്ടിലെ ക്ലോക്ക് ഒന്ന് ഇളക്കിക്കൊണ്ട് ഒന്ന് കണ്ണാടി വെച്ച് നോക്കുക. നിങ്ങൾ 5:30 കാണുന്നതെങ്കിൽ കണ്ണാടിയിൽ വേറെ ആയിരിക്കും. കണ്ണാടിയിൽ 5:30 ആണെങ്കിൽ ഒറിജിനൽ സമയം വേറെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ട്രിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ചോദ്യം എന്തായിരിക്കും? വാട്ട് ഈസ് ദ റിയൽ ടൈം? യഥാർത്ഥ സമയം എന്ത്? കണ്ണാടിയിലെ സമയം എത്രയാ? 5:30 കാണിച്ചേക്കുന്നത്. അപ്പോൾ യഥാർത്ഥ സമയം കണ്ടുപിടിക്കാൻ നിങ്ങൾ ഓർക്കുക, ഈ സമയം എന്ന് പറയുന്നത് 5:30 ആയതുകൊണ്ട് നമ്മൾ എന്തു ചെയ്താൽ മതി? 11:60. കണ്ടോ, ഞാൻ സൈഡിൽ എഴുതുന്നുണ്ട് 11:60. കണ്ടോ, ഇതിൽ നിന്നും കുറയ്ക്കുക ഏത്? നമ്മുടെ സമയമായ 5:30. ഓക്കെയാണ്, കൃത്യമായിട്ട് ഇങ്ങനെ എഴുതുക. അപ്പം കുറയ്ക്കുന്ന പോലെ കുറയ്ക്ക്. 0 0, 6 3 പോയ 3, പിന്നെ ഈ 2 കുത്ത്. 11 5 പോയ നിങ്ങൾക്കറിയാം 6. അപ്പോൾ യഥാർത്ഥ സമയം എത്ര എന്ന് ചോദിച്ചാൽ 6:30. അപ്പോൾ 6:30 എന്ന് പറയുന്ന സമയമാണ് നമ്മുടെ കണ്ണാടിയിൽ അത് തിരിഞ്ഞു മറിഞ്ഞ് എങ്ങനെ ആയത്? 5:30 ആയത്. ഓക്കെയാണ്. ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഫിഗർ? ഈ ചിത്രത്തിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? നിങ്ങൾക്കറിയാം. ഇവിടെയും എണ്ണി നോക്കുക. എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, താണ്ട ഇത് 1, അത് കണക്ക് ഇത് 2, അത് കണക്ക് ഇത് 3, ഇത് കണക്ക് 4. അപ്പം 4 എണ്ണമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഓപ്ഷൻ 4 ടിക്ക് ചെയ്തിട്ട് പോവും. തെറ്റാണ്. ഇതിൽ 4 ട്രയാങ്കിൾ മാത്രമല്ല, അതിനോടൊപ്പം ഇത്രയും വലിയ ഒരു ട്രയാങ്കിളും ഇവിടെ ഉണ്ട്. അപ്പോൾ എത്രാമത്തെ ട്രയാങ്കിളായി? 5 ട്രയാങ്കിൾ. അപ്പോൾ ഈ ചോദ്യത്തിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 5 ട്രയാങ്കിളാണ് ഈ ചിത്രത്തിൽ ഉള്ളത്. തന്നിരിക്കുന്നതാണ് മറ്റൊരു മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടാൽ വളരെ സിമ്പിൾ അല്ലേ? 4 സംഖ്യകളേ ഉള്ളൂ, എനിക്ക് കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കും. ചിലപ്പോൾ കിട്ടാതെ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ചോദ്യമൊക്കെ സിമ്പിൾ തന്നെ, വളരെ ചെറുതാണ്. പക്ഷെ ഉത്തരം കണ്ടുപിടിക്കാൻ ഇച്ചിരി സമയം കണ്ടെത്തേണ്ടി വരും. കൃത്യമായി സംഖ്യകളെ നിരീക്ഷിക്കുക. എവിടുത്തെ സംഖ്യയാണ്? ആദ്യ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇച്ചിരിയും കൂടെ നിങ്ങൾ മെൻ്റൽ എബിലിറ്റി ഉപയോഗിച്ച്, നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം പറയാൻ പറ്റും. ഈ ആദ്യത്തെ സംഖ്യ ചെറിയവനാണ്, ചെറിയ സംഖ്യയാണ്. അത് പിന്നെ അങ്ങ് വലുതാകുന്നു, പിന്നെയും വലുതാകുന്നു, പിന്നെയും വലുതാകുന്നു. ഓക്കെയാണ്. അപ്പോൾ ഒരു ചെറിയ സംഖ്യയാണ് ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെ വരുന്നത്. അത് വലിപ്പം വെച്ചു പോകുമെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ. കൂട്ടുവാണോ?
ഗുണിക്കുവാണോ, ഹരിക്കുവാണോ, കൂട്ടുവാണോ, ഏതാ നിങ്ങൾ കുറയ്ക്കുവാണോ? അപ്പോൾ ഏതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്കറിയാം വലിപ്പം വെച്ചൊരു സംഖ്യ പോകണമെങ്കിൽ അവിടെ ഗുണിക്കുകയായിരിക്കും. അപ്പോൾ ദാ ഈ 3 ഈ 9 ആയപ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടണമായിരുന്നു. എന്തോ ചെയ്തേ? 63നോട് 3 ഗുണിച്ചതാണ്. അപ്പോൾ കിട്ടിയതാണ് 189. അപ്പോൾ ഇങ്ങോട്ടേക്ക് 3 ഗുണിച്ചു പോവുകയാണ് എന്ന് നിങ്ങൾക്ക് പിടികിട്ടിയെങ്കിൽ തിരിച്ച് ഈ 63 ഈ ആദ്യ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഹരിക്കണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മുന്നത്തെ സംഖ്യ ഇട്ടാൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 63 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 3 2 6 3 1 3. അപ്പോൾ ആൻസർ എത്രയായിരുന്നു? 21 ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് ഹോംവർക്ക് ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വന്ന് പറഞ്ഞു തരണേ സാറേ എന്നൊരു കമൻ്റ് ഇടാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങളുടെ എൻ്റെ ക്ലാസ്സുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. എത്ര പേര് ഈ വീഡിയോ കാണാനുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഉണ്ടെന്ന്, അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ക്ലാസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുക, വന്ന് നന്നായി പഠിക്കുക. എല്ലാ യൂട്യൂബിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾ ഉപയോഗിക്കുക.